ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മുഖ്യ പരിശീലകനാണ് യുവാൻ പെഡ്രോ ബെനാലി. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിന് ഒരു ട്രോഫിയൊക്കെ നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിശീലകനാണ് ബെനാലി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ പരിശീലകൻ തൻ്റെ താമസ സ്ഥലത്ത് ആക്രമിക്കപ്പെട്ടു എന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാർക്കിംഗ് സ്ഥലത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ഈയൊരു പ്രശ്നത്തിൽ കലാശിച്ചിട്ടുള്ളത്. ഇതിന് ISLുമായോ അതല്ലെങ്കിൽ ഫുട്ബോളുമായോ ബന്ധമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബെനാലിയുടെ വാടക വീടിന് സമീപത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഗുവാഹത്തിയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. അതായത് ആ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള 3 പേർ ബെനാലിയെ ആക്രമിക്കുകയായിരുന്നു. പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിൽ കലാശിച്ചിട്ടുള്ളത്. പിന്നീട് ആദ്യം വാക്കേറ്റം ഉണ്ടായി, പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ബെനാലി പരാതി നൽകി. അതേ തുടർന്ന് ഹാത്തിഗാവ് പോലീസ് 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഫുട്ബോളുമായി ഇതിന് ബന്ധമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബെനാലിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പക്ഷേ ക്ലബ്ബ് ഈ വിദേശ പരിശീലകരുടെയും താരങ്ങളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഗുവാഹത്തിയിലെ പോലീസ് 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെഡ്രോ ബെനാലിക്ക് കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈഡ് ലൈനിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സീസണിൽ നോർത്ത് ഈസ്റ്റ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 10 മത്സരങ്ങളിൽ നിന്ന് കേവലം 7 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.